ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഒന്ന് കൂടിയേക്കുവാണ്. അപ്പൊ ഇന്ന് പിള്ളേർക്കും ഇവർക്ക് എല്ലാവർക്കും ചെറിയൊരു പണി കൊടുത്താലാ. നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അപ്പൊ വേറൊന്നുമല്ല, ഇതുണ്ട് കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ ഞങ്ങൾ അവർക്ക് കൊടുക്കും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഓരോരുത്തർക്കായിട്ട് നമ്മൾ കൊടുക്കും. ഇത് എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കുന്നവർക്ക് ഒരു ബർഗർ. അത് ഏതാ ഒരു ജെറ്റ് വിമാനം. ബർഗർ വേണം, ബർഗർ വേണം. ഞാൻ പോകുന്നു. ബൈ ബൈ. അങ്ങോട്ട് കാണിച്ച്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് പരിപാടി തുടങ്ങാൻ പോവാണ്. സകൃതകൃതാവായ നാട്ടുകാര് കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ആദ്യം നമ്മള് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബർഗർ. അങ്ങനല്ല, ഈ സാധനം നമ്മൾ വായിലിട്ട് കഴിച്ചു കഴിയുമ്പോഴത്തേനും സാധാരണ നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോഴത്തേനും ആസ്വദിച്ച് കഴിക്കില്ലേ, അതേപോലെ ആസ്വദിച്ച് കഴിക്കണം. വായിലേക്ക് ഇട്ടിട്ട് കടിച്ച് 1 മിനിറ്റോളം കഴിച്ച് അതിന്റെ നീര് കഴിച്ചാൽ വിഴുകണം. മറ്റേ തൊലി തുപ്പിക്കളയാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കുന്നവർക്ക് എന്തായാലും ബർഗർ ഉറപ്പാണ്. അതെ, ഇന്നിവിടെ ഇരിക്കുന്നവർക്കല്ല എന്റെ വക ചെലവാണ്. ആർക്ക് വേണോ വെട്ടി വീങ്ങിക്കോളാം കേട്ടാ. ചിക്കൻ ബർഗർ, ബീഫ് ബർഗർ, എന്ത് ടൈപ്പ് ആണെങ്കിൽ ബേബി എല്ലാരും ഒരുമിച്ചാണോ? ഒരുമിച്ചല്ല, ഓരോരുത്തർക്കായിട്ട് നമ്മൾ കൊടുക്കും. ഇതാണ് അപ്പൊ നമ്മുടെ നാരങ്ങ. ഈ നാരങ്ങ ഒരെണ്ണം വിത്തൗട്ട് എനി എക്സ്പ്രഷൻ കഴിക്കുന്നവർക്ക് എന്താണ് ബേബി? ബർഗർ. യെസ്, ഒന്ന് ഡാൻസ് കളിച്ച് ബർഗർ കിട്ടണ ഡാൻസ്. അപ്പോ ഇനി അടുത്തത് കഴിക്കാൻ പോകുന്നത് I am love you. എന്റെ ക്ലാസ്സിൽ ഐറിൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ആണല്ലേ? ഓർത്താ മതിയല്ലേ ഐറിനല്ലേ? അപ്പൊ ആ ഐറിനെ കാണുമ്പോഴത്തേനും അമ്മേനെ ഓർക്കണം കേട്ടോ. പിന്നെ കേട്ടോ, വേറെ ആരെയും ഓർക്കല്ലേ. കഴിഞ്ഞ ദിവസം വരെ അമ്മേനെ ചീത്ത പറഞ്ഞിട്ട് പോയവൻ സ്കൂളിൽ പോയി വന്നപ്പോഴേക്കും ഭയങ്കര സ്നേഹം. അപ്പൊ അമ്മ കഴിക്കാൻ പോവാണ്. അപ്പൊ അമ്മക്ക് ബർഗർ നഷ്ടമായിരിക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു? വലിയ പീസ എടുത്തത്. എനിക്ക് തോന്നുന്നത് ഈ നാരങ്ങക്ക് എന്തോ കുഴപ്പമാണ്. അപ്പൊ ഇനി നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ അഭിമാനമായ നീതുവാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം. ഇനി നമ്മള് അവിടെ നിന്ന് പറഞ്ഞല്ലോ ഒരു സാധനം കൂടി. ഓക്കെ, അപ്പൊ ഇനി നീതുവാണ് കഴിക്കാൻ പോകുന്നത്. ഒരു ബർഗറാണ് നീതു ചേച്ചിക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. ചെറുതാണ് കേട്ടോ നീ എടുത്തത്. ഒരെണ്ണം കൂടി ഇടേണ്ടി. പിള്ളേർക്കൊന്ന്, വലിയ ആളുകൾക്ക് 3 എണ്ണം. അതിൽ അമ്മ ഫസ്റ്റ് നല്ലോണം ചവക്ക്. നീതും അങ്ങനെ തുപ്പിക്കളഞ്ഞിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ബർഗർ വേണ്ട. എനിക്ക് ഇവിടെയൊക്കെ ഞരമ്പൊക്കെ വലിഞ്ഞു പിടിക്കുന്നു. ഇതൊന്നും എടുത്ത് കഴിച്ചോ, വായിലിട്ടോ. ഇപ്പിക്ക് വായി വെച്ചതാ. നക്കിയ ബർഗർ. അവൾക്ക് എന്താ ബർഗർ എന്ന് അറിയോ? നക്കിയ പാലു തരാം. പാലു. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ ഒന്ന് മാറാവും. പിന്നെ മാറിക്ക് പുറകിൽ അങ്ങോട്ടെങ്ങനെയൊക്കെ പോകും. അടുത്ത് ഞാൻ ഡേറ്റ് ആയതുകൊണ്ട് എനിക്ക് ബർഗർ വേണമെന്ന്. ബർഗർ വേണമെന്നില്ലായിരുന്നു. മുട്ടയും ചിക്കനും. അപ്പൊ നിസി കഴിക്കാൻ വേണ്ടി കഴിച്ചാ ഇന്ന് രാത്രി മേടിച്ചു തന്നെ. ഇന്ന് രാത്രി ഇടുവാണേ. എന്താണ് കണ്ണടച്ച് കാണിച്ചത്? കൊള്ളില്ല. ശരിയാവില്ല. ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. നാരങ്ങയൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ പച്ചക്ക് കഴിച്ചിട്ടില്ല. നക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ കടിച്ചൊന്നും തിന്നിട്ടില്ല. നാരങ്ങ അച്ചാർ എടുക്കട്ടെ? നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സാധനം ഓൾറെഡി എന്റെ പല്ല് ഇനാമിനില്ല. ഇനി ഈ സാധനം കൂടി കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഏതാ നീ കഴിച്ചത്? ഏതാ പുളിപ്പുള്ള? അതൊന്നും പറയാൻ പറ്റില്ല. വെയിറ്റ്, ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാലോ. എന്തുവാ ഞാൻ തന്നെ ബർഗർ മേടിച്ചു. അതൊക്കെ പറഞ്ഞ പറ്റില്ല, വിഴുങ്ങാനൊന്നും പറ്റത്തില്ല. ചവയ്ക്ക് പോയി, എക്സ്പ്രഷൻ ഒക്കെ പോയി. എന്ത്
ഒരു ചാൻസ് കൂടി തരാം. ഞാൻ കാര്യം ചോദിക്കട്ടെ, പിള്ളേര് എങ്ങനെ കഴിച്ചത്? അതെ, ഇത് ചോക്ലേറ്റ് ഒന്നും അല്ല, നാരങ്ങയാണ്. പക്ഷെ എത്ര നാരങ്ങ കഴിച്ചാലും ഒരു ബർഗറേ കിട്ടുള്ളൂ. സീനാണ്, പല്ലൊക്കെ നല്ല അല്ല, ഒരെണ്ണം കൂടി കഴിക്കേ. അല്ല ഇനി വേണ്ട, ഞാൻ 2 എണ്ണം കഴിച്ചില്ല. നിനക്ക്. പക്ഷെ നീ ഓൾറെഡി, ഞാൻ ജയിക്കൂല എന്തായാലും. എനിക്ക് ഒരു തുള്ളി പോലും പുളിപ്പ് ഒഴിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ണിൽ നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണേ. എങ്ങനെ അത് നാരങ്ങ കഴിച്ചിട്ടല്ല, അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഹായ്, ബാക്ക് സൈഡിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്. കിളി പറന്നു പോകും. സോ ഗൈസ്, അപ്പൊ നമ്മുടെ പരിപാടി ഇനി അടുത്ത ബെഡ്സിനെ കൊണ്ട് കഴിപ്പിക്കും. എത്ര എണ്ണം എടുക്കണ്ട? 3 എണ്ണം എടുത്തോ. 3 എണ്ണമാണ് നമ്മുടെ ലിമിറ്റ്. ഉഷ വന്ന് ഉഷേ. ബക്കറ്റ് എടുക്കട്ടെ ചേച്ചിയുടെ കണ്ണൊക്കെ കോടിപ്പോടും. നാളെ രാവിലെ ആണെങ്കിൽ ചവച്ച് ആരെയും വിളിക്കണം, നേരിട്ടുണ്ടൊരു. ഓക്കെ, സോ ഡേവിഡ് ഏത് നാരങ്ങയാണ് ചൂസ് ചെയ്യാൻ പോണത്? ഇത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തേ. അന്ന് അതെടുത്ത് കൈ പിടിക്ക്. കൈ പിടിച്ചാൽ മതിയേ. എവിടെ കാണിച്ചേ? ഒന്ന് കാണിച്ചേ, സ്ക്രീനിൽ കാണിച്ചേ. യെസ്. അതെ, ബർഗർ കിട്ടണമെന്നുണ്ടെങ്കിൽ റൂൾസ് ഉണ്ട്, അറിയാവോ എന്താണെന്നുള്ളത്? ഇത് വായിലിട്ട് കഴിക്കുമ്പോഴത്തേനും പുളിപ്പുണ്ടാവും. ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫേസ് എങ്ങനെ വെക്കും? പുളിപ്പ് വരുമ്പോൾ അങ്ങനെ വെക്കൂല്ലേ? പക്ഷെ അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ നോർമൽ നമ്മൾ കഴിക്കുമ്പോഴത്തേനും എങ്ങനെയാണ് നമ്മളൊരു ഫീൽ ഇല്ലാണ്ട് മറ്റേ നോർമൽ നമ്മൾ കഴിക്കില്ലേ, അങ്ങനെ കഴിക്കണം. അങ്ങനെ കഴിക്കുന്നവർക്ക് മാത്രമാണ് ബർഗർ ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ഓ, വാപ്പ് എടുക്കുന്നുണ്ട് കുറച്ച് വായിലിട്ട്. അവനാണ് ആൺകുട്ടി, അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ, അതാണ് സ്പോർട്സ് സ്പിരിറ്റ്. വായിലിട്ട് ചവക്ക്, എന്നിട്ട് നോക്ക്, ക്യാമറ നോക്ക്. ഇത് മനുഷ്യൻ തന്നെയാണോ? തക്കെടുത്തില്ല നീ അത്. ബർഗർ. ഇനി അടുത്ത് അബി കഴിക്കാൻ പോവാണ്. അബി അറിയാല, കഴിച്ചു കഴിഞ്ഞാല് ബർഗർ കിട്ടൂലേ? ഓക്കെ, ഇതെടുത്തു. ഓക്കെ, അവിടെ സ്റ്റഡി ആയിട്ടിരുന്നു. ഒന്നും കളയരുത്. ഗോ. പുളിയില്ലാത്ത നാരങ്ങാണോ നിങ്ങൾ മേടിച്ചു? അബിക്ക് ബർഗർ കഴിക്കണം. നീ അത് വിഴുങ്ങി. പിള്ളേര് രണ്ടും സീനാക്കി. അപ്പൊ 2 ബർഗർ കഴിക്കും. നഷ്ടമാട്ടെ പരിപാടി. ഓക്കെ ഗൈസ്, അപ്പൊ അളിയൻ കഴിക്കാൻ പോണത്. ഇതിൽ ടാപ്പി കൊടുത്തു. അളിയോ, താൻ ആരാ വിളിക്കണേ? അളിയനെ. അളിയോ. 3, 2, 2 ഗോ. എന്തുവാ ഇത്? കപ്പലണ്ടി. കപ്പലണ്ടി അല്ലേ ഇത്? ചേട്ടാ ഇപ്പൊ ചോറുണ്ടേ ഉള്ളൂ, പോരാത്തിന് ഇപ്പൊ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരിക്കുക. ഒരു എക്സ്പ്രഷൻ ഇല്ലല്ലോ. ചേട്ടന് ബർഗർ വേണം. അതെ, ഇനി പാവക്ക ആക്കേണ്ടി വരും. ഇത് നാരങ്ങയിലൂടെ ഇത് ഒതുങ്ങൂല. ഇറക്കണമെന്നുണ്ട്, തുപ്പാനൊന്നും പറ്റില്ല. പറഞ്ഞോട്ടോ ഒരു ഭംഗിക്ക്. എന്തോരം തിന്നാൻ പറ്റി അത്ര തിന്നോ. അങ്ങനെ അളിയന് പാതി ബർഗർ. വെള്ളം ഉണ്ടാകുന്നത് ഛർദിക്കുന്ന മാറുന്നത് നോക്കുമ്പോഴേ നാക്കിന്റെ അടി വെച്ചേക്കടെ ഓഫ് ചെയ്തിട്ടോടെ തുപ്പാൻ. അപ്പൊ അളിയന് 1/2 ബർഗർ, പിള്ളേർക്ക് 2 പേർക്ക് ഓരോ ബർഗർ വീതം. മാറിയിട്ട് ചേട്ടൻ ഇതുവരെ നടന്നു വന്നില്ല ബാക്ക് സൈഡിൽ കൂടി. ചേട്ടൻ എന്ത് ചേച്ചിനെ കണ്ടിട്ട് ആംഗ്യം കാണിച്ചെന്നറിയോ? ഇങ്ങനെ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ചെറിയൊരു ചലഞ്ചാണ്. ആ ചലഞ്ചിൽ നമ്മുടെ 2 പിള്ളേരും ഒരു വലിയ ആളും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വലിയ ആൾക്ക് 1/2 ബർഗറും പിന്നെ നമ്മുടെ 2 പിള്ളേർക്ക് ഓരോ ബർഗർ. ഡേവിഡിന് നല്ല സൂപ്പർ ബർഗർ. അബിക്ക് അതിനേക്കാളും വലിയ പ്രീമിയം. അബിക്ക് പ്രീമിയം, ഡേവിഡിന് സൂപ്പർ ബർഗർ. ചേട്ടനോ? കുഞ്ഞ്. എനിക്ക് ട്രിപ്പിൾ ലെയർ. നിനക്ക് പ്രീമിയം. പ്രീമിയം ലോഞ്ച്. തക്കടൂന് സൂപ്പർ ലോക്കൽ. ബർഗർ. ഡേവിഡിന് ലോക്കൽ. ലോക്കൽ ബർഗർ. നിനക്ക് പ്രീമിയം ബർഗർ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊന്ന് സമാധാനത്തോടെ ഇരുന്നൂടെ കുറച്ചു നേരം? നിനക്ക് ഓക്കെ ആണോ? നിനക്ക് പ്രീമിയം ബർഗർ ഓക്കെ ആണ്? അപ്പൊ നിനക്ക് ലോക്കൽ വേണം. ലോക്കൽ മതിയോ? അബിക്ക് ലോക്കൽ ബർഗർ, ഡേവിഡിന് പ്രീമിയം. പ്രീമിയത്തിന് 500 രൂപയുള്ളൂ, ലോക്കലിനാണെങ്കിൽ 50 രൂപ ഉണ്ട്, അറിയോ? ലോക്കൽ ബർഗർ ആണെങ്കിൽ ഇപ്പൊ കിട്ടും. ബ്രെഡ് മേടിക്കാൻ പോയിട്ടുണ്ട്. അതിന്റെ അകത്ത്, ആ ബർഗറിന്റെ അകത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്ന വേറെ സാധനം നാരങ്ങ. അതെ, നമുക്ക് നാരങ്ങ ഏറ്റില്ല അത്രയ്ക്ക്. അടുത്ത നമ്മുടെ ചലഞ്ച് പാവക്ക. പാവക്ക മതിയായിരുന്നു ഇന്ന്, പക്ഷെ നമ്മൾ അത്രയും തിങ്ക് ചെയ്തില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു പാവക്ക എന്ന് പറഞ്ഞത് പാവങ്കായാണെന്ന്. വേറൊരു കാര്യമുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അവസാനം ബർഗർ തിന്നണത് ആഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ചേട്ടൻ ചീറ്റ് ചെയ്യുവാണ്. ഞങ്ങള് വാഗ്ദാനം മാത്രമല്ലേ ഉള്ളൂ, കൊടുക്കില്ലല്ലോ. കണ്ടോ എങ്ങനെ ഇരിക്കുന്നു ഇതുവരെ ചേട്ടൻ. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ.
അവൻ വീണ്ടും വന്നു അടി തുടങ്ങിക്കോ. മേടിച്ചിരാ ബേബി. അതാരാ ഗൈസ്? വീഡിയോയിൽ പറഞ്ഞില്ലേ ഹലോ ഗായ്സ്, അത് പറഞ്ഞില്ല, അതിനാണ് അഭി പറയണത്. ഗായ്സിന്റെ അടുത്ത് പറഞ്ഞു മേടിച്ചു കൊടുക്കില്ലത്. സോ ഗൈസ്, അപ്പൊ നമ്മളുടെ വീഡിയോ നിർത്തുന്നതിനെ തുടർന്ന് നമ്മുടെ അബി ഒരു ചെറിയൊരു പാട്ട് പാടി അവസാനിപ്പിക്കും. ഇനി ഒന്നും പഠിക്കാൻ നൂലിനെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ടാ. പാടിക്കേ. ആരും കളിയാക്കില്ല. അത് കഴിഞ്ഞ് നൂലിനെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കാൻ റെഡി? 1 2 3 ഒച്ചത്തിൽ പറ. വഴക്കിട്ട് പോയി. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒറിജിനൽ എങ്ങനെയാണ് ഇത് ചേച്ചി കാരണം ഇവള് പാടിയായിരിക്കുമല്ലോ കൊച്ചത് പാടുന്നത്. വഴക്കിട്ട് പോയ അഭി വന്ന് പല്ലടാണോണ്ടാ? പൊന്ന പറിക്കല്ലേ പൊന്ന. അയ്യോ, ഇവന്റെ പല്ല് പോയി കഴിഞ്ഞാ പിന്നെ ഇവന്റെ പോത്ത് ഇറങ്ങിയാണ് നോക്കൂ. അയ്യോ ബന്ധേ പാട്ട് പാടും. എനിക്കറിയില്ല, ലിറിക്സ് എനിക്കറിയില്ല. ന്യൂ ജനറേഷൻ. എനിക്ക് മോഹം മാത്രമേ അറിയുള്ളൂ. വങ്കയോ വങ്കയോ ഓ വങ്കയായിരുന്നു. നമുക്ക് പാടാനറിയാം. അതെ, ഇത് ഞങ്ങൾക്ക് പാടാനറിയാം. അതിൽ വേറൊരു ലിറിക്സ് ഞാൻ പാടാം. നീ പിടിച്ചെടു. പ്രാണനിൽ. നീ എന്റെ ജീവനിലെന്നല്ലേ. നിക്ക് നിക്ക്. പൂവാനമേ ഒരു രാഗമേലം താ. അപ്പൊ ഗൈസ്, ഞങ്ങൾ പാട്ട് പാടാൻ പോവാണ്. എങ്ങനെയുണ്ടോ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഗൈസ്, ഇല്ലേ, അതൊന്നും കാണിച്ചേ. ആരെങ്കിലും സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫാമിലി പരമായിട്ട് സംഗീതം കലക്കി കുടിച്ചിട്ടുള്ള ടീംസാണ്. ഞങ്ങൾ മൂന്നുപേരും എക്സ്പെഷ്യലി നീതും ഞാനും നിസിയൊക്കെ നല്ല രീതിയിൽ പാട്ട് സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഇവര് രണ്ടുപേരും അപ്പനപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള പറയണ അപ്പൻ അപ്പൂപ്പൻ. ആദ്യം അപ്പൂപ്പനല്ലേ പറയണ്ടേ? അപ്പനപ്പൂപ്പൻ. അപ്പനിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അവനപ്പന്മാരായിട്ട് ഇവളുടെ കുറെ ഡയലോഗ് ഉണ്ട്. എന്താ ഇടച്ചെറി ഇറച്ചിക്കടയിൽ ബികോം പഠിച്ച ഒരു ആവശ്യമുണ്ട്. നോക്കുമ്പോ ഞാൻ വായിച്ചു നോക്കിയപ്പോഴേ ഇടച്ചിറയിൽ ബീക്കം പഠിച്ച ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നായിരുന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ പാവക്കായിട്ട് വരുന്നതായിരിക്കും. കുറച്ചുകൂടി കഠിനമായ സാധനങ്ങളും കൊണ്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരും. നോക്കിക്കോ.